Hello everyone, welcome back to our channel Ncert Plus. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Ncert ക്ലാസ് 12ലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സോളിഡ് സ്റ്റേറ്റ് ആണ്, ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നീറ്റ് ബേസിലും അതുപോലെ നിങ്ങളുടെ +2 ബേസിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇൻട്രൊഡക്ഷനിൽ പറയാം, നമ്മുടെ ചുറ്റും ഒരുപാട് സോളിഡ്സ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്സ്, പെന്ന്, പേപ്പർ, അതുപോലെ തന്നെ പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും ഫുള്ളും സോളിഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ സോളിഡ് എന്ന് പറയാൻ കാരണം അതിനകത്തുള്ള കോൺസ്റ്റുവൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ബൈൻഡിങ് ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ദർ ആർ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് എന്നാണ് മാറ്ററിൻ്റെ ഡെഫിനിഷന്. എന്തും ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നതിന് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോളിഡുകൾ, ലിക്വിഡ്സ്, അതുപോലെ അന്തരീക്ഷത്തിലുള്ള ഗ്യാസൊക്കെയാണ് മാറ്ററിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബൈൻഡിങ് ഫോഴ്സും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിളുമാണ് അതിന് നമ്മൾ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടൊരു പാർട്ടുണ്ട്. Therefore the study of structure of solids is important. The correlation between the structure and properties help in discovering new solid materials with desired properties like high temperature, superconductors, magnetic materials, biodegradable polymers for packaging, biocompliant സോളിഡ്സ് ഫോർ സർജിക്കൽ ഇംപ്ലാന്റ്സ് എക്സെട്ര. അപ്പം ഇത് ഇങ്ങനത്തെ നമ്മൾ ഒരു മാറ്റർ അല്ലെങ്കിൽ സോളിഡിൻ്റെ ഓരോ ഘടകങ്ങളും ബൈൻഡിങ് ഫോഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുതിയ സോളിഡ്സ്, കുറച്ചും കൂടെ എക്കണോമിക്കലി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സോളിഡ്സ് ആയിട്ടുള്ള എന്തൊക്കെ ഹൈ ടെമ്പറേച്ചർ കടത്തിവിടുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് നമുക്കറിയാം ഇലക്ട്രിസിറ്റി കടത്തുന്നത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ്, പിന്നെ ബയോ കോംപ്ലിയൻ്റ് ആയിട്ടുള്ള സർജിക്കൽ ഇംപ്ലാന്റ്സും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഓക്കെ, സോ അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലൂയിഡ്സിനും അതുപോലെ തന്നെ ഗ്യാസസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അവർക്ക് എന്തുണ്ട്? ഫ്ലൂയിഡ്സ് ഹാസ് ദ എബിലിറ്റി ടു ഫ്ലോ. ഫ്ലൂയിഡ്സിനും ഗ്യാസസിനും എന്ത് ചെയ്യുന്നത്? അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദ ഫ്ലൂയിഡിറ്റി ഇൻ ബോത്ത് ഓഫ് ദീസ് സ്റ്റേറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ്. അപ്പോൾ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് ഒരു ഗ്യാസും സോളിഡും ലിക്വിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റും ബൈൻഡിങ് ഫോഴ്സസും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം ഗ്യാസസിൽ എന്നൊക്കെ പറയുമ്പോൾ ഓരോ പാർട്ടിക്കിൾസും അപ്പാർട്ടാണ്, അതായത് ദൂരെയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ കേസും അതുപോലെ തന്നെ ഗ്യാസസും സ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. On the contrary, the constant particles in solid have fixed position and can oscillate about their mean positions. This explains that rigidity of solids. In crystalline solids, the constant particles are arranged in regular patterns. Okay, അപ്പോൾ സോളിഡ്സിൽ ഇതെന്താ, ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഒരു പോയിൻ്റാണിത്. കാരണം വെച്ചാൽ സോളിഡ്സിൽ നമുക്കറിയാം ഓരോന്നിനും ഓരോ ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനൊക്കെ ഓരോ ഫിക്സ്ഡ് പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസിൽ നിന്നിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവർക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഗ്യാസസ് പാർട്ടിക്കിൾസിനെ പോലെ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മീൻ പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? ഒന്ന് ക്രിസ്റ്റലൈനും ഉണ്ട്, ഒന്ന് അമോർഫസും ഉണ്ട്. അപ്പോൾ അതിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റെഗുലർ പാറ്റേൺ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ശരിക്കുള്ള സോളിഡ്സ്. അതായത് നമ്മളുടെ യൂസ് ചെയ്യുന്ന സോളിഡ്സൊക്കെ അധികവും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. പക്ഷേ മറ്റേ അമോർഫസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന സോളിഡ്സിനാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സോളിഡ്സും എന്താണ്? ക്രിസ്റ്റലൈൻ ആണ്. അപ്പോൾ അമോർഫസ് എന്ന് പറയുന്നത് അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, so in this unit we will be discussing about the arrangement of the particles resulting in several type of structure, the correlation between the nature of the interaction with the constant particles and several properties of the solids will have also be explored. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോത്തിൻ്റെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള, അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്
ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന് മുന്നേ നമുക്ക് 2 ടൈപ്പ് ഓഫ് എനർജീസ് പഠിക്കണം. ഒന്നെന്ന് പറയുന്നത് തെർമൽ എനർജിയും അതുപോലെ തന്നെ ഒന്ന് എന്ന് പറയുന്നത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസുമാണ്. എനർജി അല്ല, 2 ഫോഴ്സസിൻ്റെ കാര്യമാണ്. തെർമൽ എനർജിയും അതുപോലെ തന്നെ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസും. കാരണം ഈ തെർമൽ എനർജി എന്ന് പറയുന്നത് ഈ ഗ്യാസ് സ്റ്റേറ്റിലുള്ള, അതായത് thermal energy tends to keep them apart by making them move faster. അപ്പോൾ തെർമൽ എനർജിയുടെ പ്രത്യേകത വെച്ചാൽ ഓരോ മോളിക്യൂൾസിനെയും അല്ലെങ്കിൽ ആറ്റംസിനെയും അവർ ദൂരെയാക്കാൻ ശ്രമിക്കും മാക്സിമം. അതാണ് ഈ തെർമൽ എനർജി. പക്ഷേ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് എന്താ, അവരെ മാക്സിമം അടുപ്പിക്കാൻ നോക്കും. അതായത് ദേ ഹെൽപ്സ് ദം ടു ടെൻ ടുഗെദർ, ഒരുമിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന എനർജി അല്ലെങ്കിൽ ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ്. അപ്പം നമുക്കറിയാം എന്തായിരിക്കും ഈ സോളിഡുകളിൽ ഇവരിലെ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സും അതുപോലെ തന്നെ തെർമൽ ഫോഴ്സും അല്ലെങ്കിൽ തെർമൽ എനർജിയും. അപ്പോൾ എന്തായിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുക, ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് കൂടുതലും അതുപോലെ തെർമൽ എനർജി മാക്സിമം കുറവായിരിക്കും. കാരണം അവരുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ലല്ലോ സോളിഡിൽ, അല്ലേ? അതെ. സോ at sufficiently low temperature, the thermal energy is low and intermolecular forces bring them so close that they cling one together അല്ലെങ്കിൽ one another and occupy fixed positions. These can still oscillate about their mean positions and the substances exist in the solid state. അപ്പോൾ നമ്മൾ പറഞ്ഞു തെർമൽ എനർജി സോളിഡ്സിന് കുറവും അതുപോലെ തന്നെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും സോളിഡ്സിനകത്ത് ഉള്ളത്. അപ്പോൾ സോളിഡ്സിന് നമ്മൾ മുന്നേ പറഞ്ഞ പോലത്തെ ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിനും അതിൻ്റേതായിട്ടുള്ളൊരു മീൻ പൊസിഷനിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവർ സോളിഡുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് ഓഫ് സോളിഡ്. ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സോളിഡ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഡെഫിനിറ്റ് മാസ് ആൻഡ് വോളിയം ആൻഡ് ഷേപ്പ്. അവയ്ക്ക് അവരുടേതായിട്ടുള്ള മാസ് ഉണ്ടാവണം, അതുപോലെ തന്നെ വോളിയം ഉണ്ടാവണം, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടറാണെന്ന് പറയാം. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻ്റർ മോളിക്കുലർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്. നമുക്കറിയാം ഒരു പാർട്ടിക്കിളിൽ നിന്ന് വേറൊരു പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ഇൻ്റർ മോളിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഇൻ്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ഇവയ്ക്ക് സോളിഡ്സിൽ നമുക്കറിയാം അവരിൽ ക്ലോസ് പാക്ഡ് ആണ്. അതായത് വൺ അനദറായിട്ട് ഇങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇൻ്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ടാണ് ആരുടെ കേസിൽ, സോളിഡ്സിൻ്റെ കേസിൽ. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറൊരു കാര്യം പറയുന്നത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഏത് വലിയ സംഭവം വന്നാലും അവരുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ വിട്ട് പോരാതിരിക്കത്തക്ക വീതം അവർ ബൈൻഡഡ് ആയിരിക്കും. അതായത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ് എന്ന് പറയുന്നത്. Okay, so their constant particles, that is the atoms, molecules or ions, have fixed positions and can only oscillate about their mean position. അപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്തത് അവർക്ക് അവരുടേതായിട്ടുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നില്ല. ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺ ആവാം. അതിന് അതിൻ്റേതായിട്ടുള്ള മീൻ പൊസിഷനിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. അപ്പോൾ അവരെ നമ്മൾക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവർ റിജിഡ് ആയിരിക്കും. റിജിഡ് ആയതുകൊണ്ട് തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഒരു നമ്മളൊരു സ്പോഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം നമ്മളെ കയ്യിലേക്ക് ഒതുക്കാൻ പറ്റും. അങ്ങനെയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു സോളിഡായിട്ടുള്ള ഒരു ഹാർഡ് സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലിൽ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് നമ്മളെ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം സ്പോഞ്ചിലൊക്കെ അധികം ഗ്യാസ് ആയിട്ടുള്ള ഓരോരോ വലിയ ഉള്ളിൽ ഒരുപാട് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് കുറവാണ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരുപാട് ഗ്യാസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിളാണ് LPG ഗ്യാസ്. അപ്പോൾ LPG ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മീത്തൈൻ ആണല്ലോ, CH4 മീത്തൈൻ. അപ്പോൾ മീത്തൈൻ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നറിൽ കംപ്രസ് ചെയ്യുന്നു, ഒരു സർട്ടൻ പ്രഷറിൻ്റെ കീഴിൽ അത് കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രോപ്പർട്ടി ഗ്യാസസിനുണ്ട്. പക്ഷേ എന്തില്ല, റിജിഡായിട്ടുള്ള സോളിഡിന് കംപ്രസിബിലിറ്റി എന്ന പ്രോപ്പർട്ടി ഇല്ല. സോ ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ദാറ്റ് ഈസ് അമോർഫസ് ആസ് വെൽ ആസ് ദ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത പേജിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് യെല്ലോ ഹൈലൈഷന് ക്രിസ്റ്റലൈൻ സോളിഡ്സിനും അതുപോലെ തന്നെ ഗ്രീൻ ഹൈലൈഷന് അമോർഫസ് സോളിഡ്സിനുമാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, crystalline solids usually consist of a large number of small crystals, each of them having a definite characteristic geometrical shape. In a crystal, the arrangement of the constituent particles, that are the atoms, molecules or ions, is
ordered. Okay, it has long range order, which means that there is a regular pattern of arrangement of particles which repeats itself periodically over the entire crystal. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായോ എന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സോളിഡുകളിൽ എൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് കൂടെ ഫോം ചെയ്തതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അവയ്ക്ക് അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. ആ കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അത് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ റെഗുലർ പാറ്റേൺ ആയിരിക്കും. ഈ പാറ്റേൺ എന്ന് പറയുന്നത് പീരിയോഡിക്കലി നോക്കുകയാണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താ, അവയ്ക്ക് അവരുടേതായിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. ദീസ് ആർ ലാർജർ നമ്പർ ഓഫ് സ്മോളർ ക്രിസ്റ്റൽസിൻ്റെ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ദേ ആർ longer in order, അതായത് they periodically repeat after one another having the same regular pattern. അപ്പോൾ crystalline solids എന്ന് പറയുമ്പോൾ they are having a regular pattern. Okay, regular pattern. Okay, so that's about the crystalline solid ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് ഒരു സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, കോമൺ സോൾട്ട്. അതുപോലെ തന്നെ ക്വാർട്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്വാർട്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വാർട്സ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാർട്സ് നമ്മൾ പറഞ്ഞ എന്തിൻ്റെ എക്സാമ്പിളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരുപാട് മോളിക്യൂൾസ് എന്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഹൈ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ഉള്ളതാണ് ക്രിസ്റ്റലൈന്. സോ ഇനി നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു സോളിഡും സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ ക്വാർട്സും ആണ് എക്സാമ്പിൾ. ഇനി അമോർഫസ് സോളിഡ് പറയാം. അമോർഫസ് സോളിഡിൻ്റെ അമോർഫോസ് മീൻസ് നോ ഫോം. നോ ഫോം, അതായത് ഒരു ഫോമും ഇല്ലാത്ത ആൾ ആണ് അമോർഫോ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഇറഗുലർ ഷേപ്പ്. അപ്പോൾ ഇറഗുലർ ഷേപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്ന ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അമോർഫസ് സോളിഡ്സിൽ നമുക്ക് എന്താ ഈ പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് കുറച്ച് റെഗുലറാണ്, ഇത് എന്താണ് ഇറഗുലറാണ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. The arrangement of the constant particles or atoms or molecules or ions in which the solid has only short range order. അപ്പോൾ നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്താ, പീരിയോഡിക്കലി റെഗുലർ ആയിട്ടുള്ള പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലി ഇത് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യില്ല, കാരണം ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ആർക്കുള്ളത്, അമോർഫസ് സോളിഡുകൾക്കുള്ളത്. In such an arrangement, a regular and periodically repeating pattern is observed over a short distances only. അപ്പോൾ മറ്റേതിലെ പോലെ എല്ലായിടത്തും ഒരേ പാറ്റേൺ ഉണ്ടാവില്ല, ഓരോ ഇടയ്ക്കിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് റിപ്പീറ്റിംഗ് പാറ്റേൺസ് കാണാൻ പറ്റുള്ളൂ. ആരെ കേസിൽ, അമോർഫസിൽ. ഓക്കെ, അമോർഫോ മീൻസ് നോ ഫോം. അപ്പോൾ ഈ നോ ഫോം എന്നുള്ള ഒരു വേർഡ് മീനിങ് തന്നെ നമുക്ക് ബാക്കിയൊക്കെ അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. ഒന്ന് ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റുന്ന ഉറപ്പുണ്ട്. Such portions are scattered and in between the arrangement is disordered. The structures of the quartz crystalline and quartz glass is amorphous. നമ്മൾ പറഞ്ഞു ക്വാർട്സ് ക്രിസ്റ്റലൈനും അതുപോലെ തന്നെ ക്വാർട്സ് ഗ്ലാസ് അമോർഫസും. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിലും ഓർമ്മിക്കാൻ പറ്റിയത്, അത് ക്വാർട്സും ക്വാർട്സ് ഗ്ലാസും നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയി പോകും, ഏതാണ് ക്രിസ്റ്റലൈൻ എന്നും ഏതാണ് അമോർഫസ് എന്നും മനസ്സിലായി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ വാച്ചസിൽ എന്താ ചില വാച്ചസിലൊക്കെ എന്തുണ്ടാവും, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാച്ചുകൾ അധികം ക്വാർട്സ് വാച്ചുകളായിരുന്നു, അല്ലെങ്കിൽ ക്വാർട്സ് ടൈം പീസ് ഒക്കെ ഉള്ളത് ക്വാർട്സ് കൊണ്ട് ഉണ്ടാക്കി, ക്വാർട്സ് എന്ന് എഴുതിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ. അപ്പോൾ ക്വാർട്സ് കൊണ്ട് ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ വാച്ചിൽ നമ്മൾക്കറിയാമല്ലോ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ക്വാർട്സ് എന്നുള്ളത് കാണുന്നത്, അതായത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ ഈ ക്വാർട്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കണം ദാറ്റ് ഈസ് അമോർഫസ്. കാരണം അമോർഫോ എന്നുള്ളതിന് ഞാൻ അമ്മു എന്തിട്ട് ഒരു ക്വാർട്സ് ഗ്ലാസ് ഉള്ള ക്വാർട്സിൻ്റെ ഒരു വാച്ച് ഉണ്ട്. അപ്പോൾ ക്വാർട്സിൻ്റെ വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണം ക്വാർട്സ് എന്ന് കാണുന്നത് നമ്മൾ എന്തിലൂടെയാണ്, ആ ഗ്ലാസ്സിലൂടെയാണ്. അപ്പോൾ ക്വാർട്സ് ഗ്ലാസ് എന്നുള്ളത് ആരുടെ എക്സാമ്പിളാണ്, അമോർഫസ്. അപ്പോൾ അമോർഫസ് അപ്പോൾ ഈ അമ്മുവിന് ഉള്ള ഈ ക്വാർട്സ് വാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ക്വാർട്സ് ഗ്ലാസ് അമോർഫസ് കാറ്റഗറിയിലുള്ളതും അതുപോലെ അപ്പോൾ ബാക്കിയുള്ള ക്വാർട്സ് എന്തായിരിക്കും, ക്രിസ്റ്റലൈൻ ഉള്ളതല്ല. അപ്പോൾ ക്വാർട്സ് ഗ്ലാസസ് അമോർഫസ് കാറ്റഗറിയിലുള്ളത്, പക്ഷേ ക്വാർട്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഉള്ളതാണ്. അപ്പോൾ ഈ അമ്മുവിൻ്റെ ക്വാർട്സ് വാച്ച് അല്ലെങ്കിൽ ക്വാർട്സ് വാച്ച് എന്നുള്ള പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലിക്കാവും. അതായത് ഏതാണ് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അമോർഫസ് അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ ഏതാണ് ക്വാർട്സിൻ്റെയും ക്വാർട്സ് ഗ്ലാസിൻ്റെ എക്സാമ്പിൾസ് എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാർട്സ് ഗ്ലാസ് ദർ ഈസ് നോ ലോങ് റേഞ്ച് ഓർഡർ. കാരണം ക്വാർട്സ് ഗ്ലാസ് അമോർഫസ് ആണ്, അപ്പോൾ അതിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടാവില്ല, പീരിയോഡിക്കലി പാറ്റേൺ റിപ്പീറ്റ് ചെയ്യില്ല, ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ
സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, so the structure of amorphous solid is similar to that of liquids. The glass, rubber and plastics are typical example of amorphous solid. So amorphous solid structure എന്ന് പറയുമ്പോൾ സോളിഡ്സിനെ പോലൊന്നുമല്ല, ലിക്വിഡ്സിൻ്റെ സിമിലാരിറ്റീസ് ആണ്. കാരണം എക്സാമ്പിൾ പറയുന്നത് ഗ്ലാസ് ഉണ്ട്, റബ്ബർ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഒക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ്. amorphous solidsൻ്റെ typical examples ആണ്. Due to the differences in the arrangement of the constant particles, the two type of solids differ their properties. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും ഇങ്ങനെ അവരുടെ പ്രോപ്പർട്ടീസിലൊക്കെ ഡിഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ടോപ്പിക്കിൽ ഇനിയുള്ള പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് crystalline solids have a sharp melting point. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്താണ്? ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. പക്ഷേ അമോർഫസിന് എന്തില്ല? ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. അപ്പോൾ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എന്താകും? അവർ സോഫ്റ്റൻ ആവും. കാരണം കുറച്ചും കൂടെ ടെമ്പറേച്ചർ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ കുറച്ചും കൂടെ ഇങ്ങനെ, നമുക്കറിയാം ഒരു സോളിഡ്സൊക്കെ, അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ പ്ലാസ്റ്റിക് പോലത്തെ നമ്മൾ പറഞ്ഞു അമോർഫസിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമുക്കറിയാം ഒരു സർട്ടൻ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അവരെന്തായി പോകും? അവരിങ്ങനെ ഉരുകിപ്പോകും. അപ്പോൾ അവരെന്തായാലും കുറച്ചും കൂടെ സോഫ്റ്റൻ ആകും. അപ്പം ഇതാണ് നമ്മൾ അമോർഫസ് സോളിഡിൻ്റെ അതായത് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത്. അമോർഫസ് സോളിഡ് സോഫൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ബി മോൾഡഡ് ആൻഡ് ബ്ലോൺ ഇൻ ടു വേരിയസ് ഷേപ്സ്. ഓക്കെ, അവർക്ക് അതിന് ശേഷം വേറെ ഷേപ്പുകളിലേക്ക് നമുക്ക് ആക്കി മാറ്റാം അതിനെ. ഓക്കെ, ഓൺ ഹീറ്റിംഗ് ദേ ബിക്കം ക്രിസ്റ്റലൈൻ അറ്റ് സം ടെമ്പറേച്ചർ. ഓക്കെ, ചില സമയത്ത് അവരെന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റലൈൻ ആകും ഏതോ ഒരു ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ഏതൊരു ടെമ്പറേച്ചറിൽ. സം ഗ്ലാസ് ഒബ്ജക്ട്സ് ഫ്രം ദ ആൻഷ്യൻ സിവിലൈസേഷൻ ആർ ഫൗണ്ട് ടു ബി മിൽക്കി ഇൻ അപ്പിയറൻസ് ബിക്കോസ് ഓഫ് സം ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്താൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ പഴയ സിവിലൈസേഷനിൽ, ആൻഷ്യൻ സിവിലൈസേഷനിൽ എന്തുണ്ടായിരുന്നു? ഗ്ലാസ്സൊക്കെ ഇല്ലേ, ഗ്ലാസിൻ്റെ ഒക്കെ വിൻഡോസ് അല്ലെങ്കിലൊക്കെ നമുക്കൊരു മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവും, ഒരു വൈറ്റിഷ് അപ്പിയറൻസ്. നമുക്കറിയാം ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ പഴയ കാലത്തൊക്കെ ഉള്ള ഗ്ലാസ്സൊക്കെ നോക്കിയാൽ അറിയാം നമുക്ക് അത് മിൽക്കി അപ്പിയറൻസ് ഉണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ അവർ ക്രിസ്റ്റലൈൻ ആവുകയാണ്. അതായത് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് പിന്നെ ക്രിസ്റ്റലൈനായിട്ട് കൺവേർട്ടായി മാറുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില സർട്ടൻ ടെമ്പറേച്ചറിൽ ഒരു പക്ഷേ എന്താകും? അമോർഫസ് ക്രിസ്റ്റലൈൻ ആവുമല്ലോ. അപ്പോൾ അമോർഫസിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന ഗ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നു amorphous solids have a tendency to flow through very slowly. Therefore, sometimes these are called pseudo-solids or supercooled liquids. അപ്പോൾ this is very important, pseudo-solid അല്ലെങ്കിൽ supercooled liquid എന്ന് പറയുന്നത്. കാരണം amorphous solidന് ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോയബിൾ ക്യാരക്ടർ ഉണ്ട് ആ അമോർഫസ് സോളിഡിന്. അതുകൊണ്ട് അതിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിലും സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇവർക്ക് ആരുടെ പ്രോപ്പർട്ടി ഉണ്ട്? കൂടുതലും ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഈ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾ, ഈ ഗ്ലാസ് പെയിൻസ് ഫിക്സ്ഡ് ടു ദ വിൻഡോസ് ഓർ ഡോർസ് ഓഫ് ഓൾഡ് ബിൽഡിംഗ്സ് ആർ ഇൻവാരിയബിളി ഫൗണ്ട് ടു ബി സ്ലൈറ്റ്ലി തിക്കർ അറ്റ് ദ ബോട്ടം than the top. Okay, this is because the glass flows down very slowly and makes the bottom portion more thicker. അപ്പം ഗ്ലാസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പഴയ ബിൽഡിങ്സിലുള്ള ഗ്ലാസ്സൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വിൻഡോസ് ഗ്ലാസ് ഡോർസൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ താഴെ നിന്ന് ഗ്ലാസ്സിന് ഫ്ലോയബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ താഴേക്ക് എന്ത് ചെയ്യും? ഗ്ലാസ് ഇങ്ങനെ ഫ്ലോ ചെയ്തെടുക്കും. അപ്പോൾ എന്താകും? താഴെയുള്ള ഗ്ലാസിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ഇറ്റ് ടെൻഡ് ടു ഫ്ലോ. ഓക്കെ, അത് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് താഴെയുള്ള ബോട്ടത്തിൽ പോയി നോക്കുമ്പോൾ നമുക്ക് തിക്നെസ് കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. The crystalline solids are anisotropic in nature, that is, some of their physical properties like electrical resistance or refractive index show different values when measured along different direction in the same crystals. So, വേറൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. സോ അനൈസോട്രോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസ് എടുക്കുകയാണെന്ന് തന്നെ. അപ്പോൾ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അനൈസോട്രോപ്പി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. നമുക്കറിയാം ഇതിലെന്തുണ്ട്? റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഏത് ഡിറക്ഷനിൽ നിന്നും പോയിട്ട് ഒരു കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ റെസിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമുക്കറിയാം എല്ലാം ഡെഫിനിറ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന അറേഞ്ച്മെൻ്റ് ആവില്ല ഒരു പക്ഷേ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ. കാരണം എന്താ? പാർട്ടിക്കിൾസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ
ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒക്കെ അനൈസോട്രോപ്പിക് ആണ്. അവർക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. നമ്മൾ ഈ ഭാഗത്ത് നോക്കിയാലും ഈ ഭാഗത്ത് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലത്തെ ഉള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കൊടുക്കുക ആദ്യം ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പക്ഷെ എന്തായിരിക്കും അമോർഫസ് സോളിഡിൻ്റെ കേസിൽ? അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും, എന്ത് ക്രിസ്റ്റലൈനൊക്കെ അറേഞ്ച്മെൻറ്റ് റെഗുലർ അല്ലേ, അവയ്ക്ക് എന്താ ഐസോട്രോപ്പിക് ആയിക്കൂടെ? കാരണം നമ്മൾ പറഞ്ഞു റെഗുലറായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോ പോർഷനും അല്ലെങ്കിൽ ഓരോ ഡയറക്ഷനും നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസും മോളിക്യൂൾസ് ആയിരിക്കും അത് കടന്നു പോകുന്നത്. അപ്പം ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ക്രിസ്റ്റലൈന് അനൈസോട്രോപ്പിക് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലായത് അനൈസോട്രോപ്പിക് എന്നല്ല. അപ്പോൾ അൻസു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പേരാണ്, അല്ലെങ്കിൽ ആരുടെ പേരായിക്കോട്ടെ, അൻസു ഹാസ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലൈൻ ക്രിസ്റ്റൽ ഒരു റിങ്ങോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവളുടെ കയ്യിലുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ആലോചിക്കാം. അപ്പോൾ അൻസു ഗോട്ട് എ ക്രിസ്റ്റലൈൻ ഒബ്ജക്റ്റ് അല്ല, അൻസു ഹാസ് എ ക്രിസ്റ്റലൈൻ ഒബ്ജക്റ്റ് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താകും? അൻസു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ അനൈസോട്രോപ്പിക്കിനെ സിംബലൈസ് ചെയ്യാനാണ്. അപ്പോൾ അനൈസോട്രോപ്പിക് നേച്ചറാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ അമോർഫസിൻ്റെ അറേഞ്ച്മെൻറ്റ് എക്സാമ്പിൾ ഞാൻ പറയാം, ഇത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. അപ്പോൾ ഐസോട്രോപ്പിക് എന്താണ്? ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ പറയുന്നുണ്ട്. ഐസോട്രോപ്പിക് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലുള്ള ഇതെന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അവരുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി വുഡ് സെയിം അലോങ് എനി ഡയറക്ഷൻ. കാരണം ഏത് ഡയറക്ഷൻ നോക്കിയാലും ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് പോയിരിക്കും. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടാകും, ചെക്കൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ വധുവിൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഭയങ്കര തിരക്കുള്ള കല്യാണമാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുപാട് ഡോർസ് ഉണ്ട്. അപ്പോൾ ആ ഡോറിൽ പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ, ഏത് ഡോറിലൂടെ വന്നാലും ആൾക്കാർക്ക് ഒരു ചെക്കൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം പല ഡയറക്ഷനിലാണെങ്കിലും എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ സ്കാറ്റേർഡാണ്, അത് ആൾക്കാർ മൊത്തം സ്കാറ്റേർഡാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ ഒരു അസംബ്ലി എടുക്കുക. ആ അസംബ്ലിയിൽ കുറേ കുട്ടികളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഓരോ കുട്ടികളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്കൊരു ലൈനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരാളിപ്പോൾ ഇതിലൂടെ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് പോകാൻ പറ്റും. പക്ഷേ അയാൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലൂടെ വരികയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് അസംബ്ലിയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തു. കാരണം ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് വാല്യൂസ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിറക്ഷൻ. ഓക്കെ. പക്ഷേ ഇൻ കേസ് ഓഫ് ദി അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സിൽ ഇറ്റ് ഷോസ് സെയിം വാല്യൂസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് മറക്കരുത്. ഇപ്പോൾ അൻസുവിന് എന്തുണ്ട്? ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അൻസുവിൻ്റെ കയ്യിലുണ്ട്, അതും മറക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് അനൈസോട്രോപ്പിക് ഏതാണ് ഐസോട്രോപ്പിക് എന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഓഡിറ്റോറിയത്തിൻ്റെ എക്സാമ്പിളും കല്യാണത്തെ എക്സാമ്പിളും അതുപോലെ തന്നെ നമ്മൾ അസംബ്ലിക്ക് ലൈൻ നിൽക്കുന്ന എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അസംബ്ലിക്ക് ലൈൻ എന്നത് ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റൽ ലൈനും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിലുള്ള മാരേജിനെ കുറിച്ച് നമ്മൾ സിംബലൈസ് ചെയ്തത് അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ കേസാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിനി കുറച്ച് ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ. ഷേപ്പിൻ്റെ കാര്യം എന്തായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ദേ ഹാവ് ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. പക്ഷേ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇറഗുലർ ഇൻ ഷേപ്പാണ്. അപ്പോൾ അമോർഫസ് സോളിഡ് ഇറഗുലർ ഷേപ്പാണ്. സോ മെൽറ്റിംഗ് പോയിൻ്റ് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് അറ്റ് എ ഷാർപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ഉണ്ട് ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനുണ്ട്. പക്ഷേ അമോർഫസ് എന്ന് പറയുമ്പോൾ ദേ ആർ സോഫൻ ഓവർ എ suitable temperature അല്ലെങ്കിൽ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ അവർ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഓക്കെ. ഇൻ ക്ലീവേജിൻ്റെ കേസ് ആകുമ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമുക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു 2 ഹാഫ്സ് പെട്ടെന്ന് കിട്ടുന്നതാണ് ക്രിസ്റ്റലൈന്. പക്ഷേ ഈ കേസിൽ അമോർഫസിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ 2 ഹാഫ് കട്ട് ചെയ്താൽ ഒരുമാതിരി ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ മുറിക്കുന്ന പോലെയാവും. ചിലപ്പം തേങ്ങയൊക്കെ മുറിച്ചാൽ നമുക്കറിയാം ഈക്വൽ ഹാഫ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു കേസാവും ആരുടെ? അമോർഫസ് സോളിഡിൻ്റെ എക്സാമ്പിൾ. കാരണം വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജഡ് ടൂൾ they cut into 2 pieces with a
irregular surfaces. Okay, so moving on to the heat of fusion, that is they have a definite and characteristic heat of fusion ഉണ്ട്. പക്ഷേ അമോർഫസിന് എന്തില്ല, ഹീറ്റ് ഓഫ് ഫ്യൂഷന് ഇങ്ങനെ പ്രത്യേകിച്ചില്ല. ഓക്കെ, വാട്ടറിൻ്റെ കേസിലൊക്കെ നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പറയില്ല, അപ്പോൾ അതൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ +1 നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി അനൈസോട്രോപ്പി നമ്മൾ പറഞ്ഞു. ആരുണ്ട്? അനിസോനൊരു ക്രിസ്റ്റൽ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അനൈസോട്രോപ്പി ക്രിസ്റ്റലൈൻ ആണെങ്കിൽ എന്താവും ഐസോട്രോപ്പി? ഒബ്വിയസ്ലി അതെന്താക്കും? അമോർഫസിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇനി നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്. അപ്പോൾ അമോർഫസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വിൻഡോസിൻ്റെ ഗ്ലാസ് പെയിൻസ് ഒക്കെ പറഞ്ഞില്ലേ, ദേ ഹാവ് എ പ്രോപ്പർട്ടി ടു ഫ്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അപ്പോൾ ഇതെപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓർഡർ ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ ക്രിസ്റ്റലൈന് ലോങ് ഓർഡർ അറേഞ്ച്മെൻറ്റ്, പക്ഷേ അമോർഫസിൽ ഷോർട്ട് ഓർഡർ അറേഞ്ച്മെൻ്റ് ആണ്. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അതായത് എല്ലാം റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് പീരിയോഡിക്കലി ആഫ്റ്റർ നോക്കുമ്പോൾ പിന്നെയും അതുപോലത്തെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്നും. ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നുള്ളതിന് പീരിയോഡിക്കലി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ അവർ ചില പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എക്സാം ബേസ്ഡ് ആണെങ്കിലും അതുപോലെ നീറ്റ് ബേസ്ഡ് ആണെങ്കിലും അധികം ഈ അനൈസോട്രോപ്പി ഐസോട്രോപ്പീൻ്റെ കേസിലൊക്കെയാണ് ഡൗട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന പാട്ട് അല്ലേ ഈ ഐസോട്രോപ്പി അനൈസോട്രോപ്പി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് അമോർഫസ് സോളിഡ്സ് ആർ യൂസ്ഫുൾ മെറ്റീരിയൽസ്. നമ്മൾക്കറിയാം പ്ലാസ്റ്റിക്, റബ്ബറൊക്കെ അമോർഫസ് സോളിഡാണ്. ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്സ് ഫോം മെനി അപ്ലയൻസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അമോർഫസ് സിലിക്കോൺ, ഇത് വേറൊരു പോയിൻ്റാണ്. അമോർഫസ് സിലിക്കോൺ ആണ് നമ്മൾ ഈ ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നമ്മളെ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോട്ടോ വോൾട്ടായിക്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അമോർഫസ് സിലിക്കോൺ മെറ്റീരിയലാണ്. ദീസ് ആർ സം ഇൻടെക്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ആൻസറും ഡിസ്കസ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻടെക്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ആർ സോളിഡ്സ് റിജിഡ്? എന്തുകൊണ്ടാണ് സോളിഡ്സിനെ റിജിഡ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് റിജിഡ്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ the constant particles in a solid have fixed positions and can oscillate in their mean positions, hence they are rigid. So നമുക്കറിയാം ഒക്കെ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും. അവർക്ക് ഫിക്സ്ഡ് പൊസിഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ പൊസിഷനിൽ അവർക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി മാത്രമേ ഉള്ളൂ, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർ റിജിഡ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പേജിൽ ഡിസ്കസ് ചെയ്തതാണിത്. അപ്പോൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വൈ ഷുഡ് സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം? എന്തുകൊണ്ടാണ് സോളിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടെന്ന് പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു സോളിഡ്സിനൊക്കെ എന്തുണ്ട്, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഫിക്സ്ഡ് പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസിൽ നിന്ന് അവർ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് വി വിൽ ബി ഡിസ്കസിങ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് അമോർഫസും അതുപോലെ തന്നെ ക്രിസ്റ്റലൈനും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിഫറൻസസ് അല്ല ക്ലാസിഫൈ ചെയ്യുക. കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പോളിയുറത്തൈന്, നാഫ്തലിന്, ബെൻസോയിക് ആസിഡ്, ടെഫ്ലോൺ, പൊട്ടാസ്യം നൈട്രേറ്റ്, സെല്ലോഫെയിൻ, പോളിവിനൈൽ, ക്ലോറൈഡ്, ഫൈബർഗ്ലാസ് ആൻഡ് കോപ്പർ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറച്ചൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കണം? എന്ത് അമോർഫസ് ഏതാ ക്രിസ്റ്റലൈൻ ഏതാണ്? സോ പോളിയുറത്തൈൻ എന്ന് പറയുമ്പോൾ ഒക്കെ ഈ പോളിമേഴ്സും അതുപോലെ തന്നെ സിന്തറ്റിക് പോളിമർ അങ്ങനത്തെ എക്സാമ്പിളൊക്കെ അധികം അമോർഫസ് ആണ്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഒക്കെ ഏകദേശം അമോർഫസ് ആണല്ലോ. അപ്പോൾ അമോർഫസ് ആണ് ഈ സിന്തറ്റിക് മെറ്റീരിയൽസൊക്കെ. അപ്പോൾ പോളിയുറത്തൈന്, അതുപോലെ തന്നെ നാഫ്തലിൻ. അപ്പോൾ നാഫ്തലിൻ ബോൾസ് നിങ്ങൾ കേട്ടിട്ടില്ലേ, മറ്റേ പാറ്റ കുളിക്കാന്നൊക്കെ പറയുന്ന നമ്മൾ ഡ്രസ്സുകളിലൊക്കെ ഈ മഴക്കാലത്തൊന്നും അധികം ഈ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാഫ്തലിൻ ബോൾസും അതുപോലെ തന്നെ പാറ്റ ശല്യത്തിൽ നിന്നൊക്കെ നമ്മൾ എടുക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാഫ്തലിൻ ബോൾസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ബെൻസോയിക് ആസിഡ് ഉണ്ട്. ടെഫ്ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ചിലപ്പോൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാകും ടെഫ്ലോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാവും, നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി, അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അതിലൊക്കെ അതിലുള്ളൊരു കോൺസ്റ്റുവൻ്റാണ്. അതായത് നമുക്കറിയാം ഈ ബ്ലാക്ക് കളറില്ലേ, ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഇതുള്ള ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ടെഫ്ലോൺ കോട്ടഡ് ആണ്. ഓക്കെ, സോ പൊട്ടാഷ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ
സെല്ലോഫെയിൻ എന്ന് പറയുമ്പോൾ പാർച്ച്മെൻറ്റ് പേപ്പർ, നമ്മൾ ഈ ഓസ്മോസിസിനൊക്കെ യൂസ് ചെയ്ത സെല്ലോഫെയിൻ പേപ്പർ. പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ്. ഓക്കെ, ഫൈബർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഫൈബറാണ് ഫൈബർ ഗ്ലാസ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ PVC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. യെസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന PVC പൈപ്പൊക്കെ ഈ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ അതിൻ്റെ ഓരോ കോൺസ്റ്റുവൻ്റ് ആണ്. ഓക്കെ, പിന്നെ കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പോൾ ഇതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡാണ്, പിന്നെ പൊട്ടാഷ്യം നൈട്രേറ്റ്, കോപ്പറൊക്കെ. അപ്പോൾ ഈ പൊട്ടാഷ്യം നൈട്രേറ്റ് നമുക്കറിയാം പൊട്ടാഷ്യം ആൻഡ് നൈട്രേറ്റ് ആണ്. അപ്പോൾ K+NO3 ഒക്കെ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, NO3 ഒക്കെ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ KNO3 ആണ്, NO3-. അപ്പോൾ അത് അയോൺസും ആറ്റംസും മോളിക്യൂൾസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ക്രിസ്റ്റലൈൻ ആയിരിക്കും. ബെൻസോയിക് ആസിഡും അതുപോലെ തന്നെ. കോപ്പർ എന്ന് പറയുന്നത് വേറെ മെറ്റലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ അമോർഫസ് സോളിഡ് നമ്മൾ പറഞ്ഞു പോളിസിന്തറ്റിക് മെറ്റീരിയൽസ്, പോളിയുറത്തൈൻ, ടെഫ്ലോൺ, സെല്ലോഫെയിൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ഫൈബർ ഗ്ലാസ് ഒക്കെയാണ് അമോർഫസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മളിന്ന് പിക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായതായിരിക്കുന്നു. അപ്പോൾ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഗ്ലാസ് കൺസിഡർ ആസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയാൻ കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അമോർഫസ് സോളിഡാണ്. ഈ അമോർഫസ് സോളിഡിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ലിക്വിഡ്സിനെ പോലെ ഇത് ലിക്വിഡ്സിനെ പോലെ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഗ്ലാസ് പ്ലെയിൻസ് ഒക്കെ നോക്കുമ്പോൾ അറിയാം, ബോട്ടമിലുള്ള ഗ്ലാസ് പ്ലെയിൻ്റെ തിക്നെസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, കാരണം ദേ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ. അപ്പം ഇതുകൊണ്ടാണ് ഈ ഗ്ലാസിനെ എന്ന് പറയുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയാൻ കാരണം. So moving on to our fifth question, refractive index of solid is observed to have same value along all direction. Comment on the nature of the solid and would it a cleavage property? അപ്പോൾ നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടി ഈക്വൽ ആണെങ്കിൽ ആ സോളിഡ്സ് എന്തായിരിക്കും? യെസ്, അത് അമോർഫസ് ആയിരിക്കും. അമോർഫസ് മീൻസ് എന്തായിരുന്നു? ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. അപ്പോൾ ഐസോട്രോപ്പിക് ആണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സെയിം വാല്യൂ തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സോളിഡ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് ഈ സോളിഡ് എന്താണ്? യെസ്, ഇറ്റ്സ് അമോർഫസ്. അപ്പോൾ അമോർഫസ് ആണ് ഈ പറയുന്ന സോളിഡ്സ്. അപ്പോൾ അമോർഫസിൻ്റെ നേച്ചർ ഓഫ് ദ സോളിഡ് നമ്മൾ പറഞ്ഞു, കമൻറ്റ് ചെയ്തു. അതുപോലെ എന്തായിരുന്നു ക്ലീവേജ് പ്രോപ്പർട്ടി? നമ്മളറിയാം അമോർഫസ് സോളിഡ് കട്ട് ചെയ്താൽ നമ്മൾ തേങ്ങ 2 കഷ്ണമായിട്ട് വരുമ്പോൾ ഒരു രണ്ട് പീസ് പോലെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിനെയാണ്, അതായത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അമോർഫസിലെ ആ കേസാണ്. ബീങ് അമോർഫസ് ഇറ്റ് വിൽ നോട്ട് ഷോ എ ക്ലീൻ ക്ലീവേജ് വെൻ കട്ട്, ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു പീസസ് വിത്ത് ഇറഗുലർ സർഫസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണിൽ ടിൻ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്തൊരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. ബൈ, താങ്ക് യു എവരി വൺ.